പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPIM-ലേക്ക് CPIM ജില്ലാ സെക്രട്ടറിക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഒരു അലിഖിത നിയമം തന്നെ ഉണ്ടാക്കി. അതിനെ എതിർത്തത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പേരും അതിനെ എതിർത്തു. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ആദർശം എന്നൊരു വാക്കാണ് അന്ന് അവിടുത്തെ DCC ഭാരവാഹിയായിട്ടുള്ള ആൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് എനിക്കതിൽ പറയാനുള്ളൂ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് 2-ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ താമര അടയാളത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥിയും CPM-ൻ്റെ സ്ഥാനാർത്ഥിയും മാത്രമായി ഇലക്ഷനെ നേരിടേണ്ടി വന്നു. അവിടുത്തെ കോൺഗ്രസ്സുകാരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നു. കാരണം കോൺഗ്രസിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ വെള്ളേരി പഞ്ചായത്തിൽ ഒരു BJP-ക്ക് ഒരു മെമ്പറെ നൽകി എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് അവിടെ നടത്തിയ ഒരു മേന്മ. അല്ലാതെ കോൺഗ്രസിന് അവിടെ പ്രത്യേകിച്ചൊരു നേട്ടവും ആ ഒരു അലയൻസ് കൊണ്ട് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ഒരു മെമ്പറെ കിട്ടി. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മെമ്പർ അവിടെ ഉണ്ട്. കാരണം അത് കോൺഗ്രസും അല്ല BJP അല്ല എന്നുള്ള പോലെ ഒരു മെമ്പറുണ്ട്. അതല്ലാതെ അതിൻ്റെ ഒരു ഇരയാക്കപ്പെട്ട ആളാണ് ഞാനും. ഞാൻ തൊട്ടടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്നു. കാരണം അവിടെ BJP സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തലേ ദിവസം റിജക്റ്റായി പോയി. അപ്പോൾ അവിടെ ആന്തൂർ മോഡൽ ഒറ്റയ്ക്ക് CPM ജയിച്ചു എന്നുള്ളൊരു ന്യൂസ് വരും. അത് പാർട്ടിക്ക് ദോഷമാണ്. പാർട്ടിയോട് കടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ ഇപ്പോൾ നീ മത്സരിക്കണം, നാളെ നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് നോമിനേഷൻ ഡേറ്റിൻ്റെ അന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കപ്പെടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അവിടെ ആ വാർഡിൽ അങ്ങനെ ഒരു അടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്ന ഒരാളാണ്. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഞാൻ മത്സരിക്കേണ്ടി വന്നതാണ്. കാരണം പ്രവർത്തകരില്ലാത്തൊരു വാർഡായിരുന്നു. ഒന്നുമില്ല, കാരണം നമ്മളെ വാർഡല്ല. ആ ഒരു അന്ന് മുതൽ തന്നെ ഒരു അവഗണന നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ആ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരിനെതിരെ പാർട്ടി പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അറിയുന്നതായിരിക്കും പലർക്കും ആ ന്യൂസ്. അവിടെ ഒരു മൈക്ക് പിടിച്ച് വാങ്ങിയൊരു വിവാദ വിഷയങ്ങളുണ്ടായി. അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി ഞാൻ ജില്ലാ കമ്മിറ്റിയോടും ബ്ലോക്ക് കമ്മിറ്റിയോടും എല്ലാവരോടും താണുകയെന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും അവിടെ ഒരു ചെർപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റി മാത്രം ശുഷ്കമായ രീതിയിൽ അവിടെ ആ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പ്രകടനം നടത്തിയത് ഒഴിച്ച് ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ആരും അതിന് ഒരു സപ്പോർട്ടും ചെയ്തില്ല. നമ്മൾ പാർട്ടിയിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നുവെന്നാണ് പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി പറയുന്നത്.